ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഇതുപോലെ ഒരു നല്ല സമയം ദൈവം തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും കൊടുക്കാം. നമ്മൾ യോഗ്യരല്ല പ്രിയമുള്ളവരെ, എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാൽ നമ്മെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ദൈവദാസൻ നമ്മുടെ മധ്യയെ കണക്ട് ചെയ്തിട്ടുണ്ട്. പാസ്റ്ററെ, ഞങ്ങൾ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് പാസ്റ്ററെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ തുടർന്നുള്ള സമയം എടുത്താട്ട് ദൈവ ജനം അതിനായി കാത്തിരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ദൈവം എനിക്ക് തന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്ത് ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായും കർത്താവിനെ വാഴ്ത്തുന്നു. തോമാച്ചാനെ കാണാം, പലരെ എനിക്ക് കാണാം. താങ്ക് യു. എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ സാധിച്ചത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ ബാംഗ്ലൂർ ചർച്ചിൽ എടുത്തുകൊണ്ടിരുന്നത് ദൈവിക മേഘങ്ങൾ എന്ന വിഷയമാണ്. ദൈവിക മേഘങ്ങൾ എന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എടുത്തിട്ടുള്ളതാണെങ്കിലും ഈ ദിവസങ്ങളിൽ അത് ഒന്നുകൂടെ എടുക്കാൻ എൻ്റെ ഹൃദയത്തിനകത്തൊരു പ്രചോദനം ലഭിക്കുകയും എനിക്ക് തോന്നുന്നത് ഒരു 7 ദിവസത്തെ മെസ്സേജായിട്ട് ഓൺലൈൻ സർവീസിൽ ഞാനിത് എടുക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും അതേ ആശയത്തിൽ കൂടെ തന്നെ ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് വായിച്ച വാക്യം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. പ്രകാശമുള്ള ഒരു മേഘം അവരെ മൂടി, അല്ലെങ്കിൽ പ്രകാശമുള്ള ഒരു മേഘം അവർക്ക് പ്രത്യക്ഷമായി. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക എന്ന ഒരു ശബ്ദമുണ്ടായി. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു. മേഘത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. 2-3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. 1, പ്രകാശമുള്ള ഒരു മേഘം. 2, യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. 3, ശിഷ്യന്മാർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ഇവനെ ചെവി കൊടുപ്പീൻ. എന്നാൽ ഇതിൽ നിന്നൊരല്പം കൂടെ വ്യത്യസ്തമായി വേറൊരു ആശയം കൂടെ ഞാൻ അവിടെ ചിന്തിക്കാൻ പോവുകയാണ്. അതിൻ്റെ പുറകിലത്തെ വാക്യങ്ങൾ നോക്കിയാൽ ഈ മേഘത്തിന്റെ നടുവിലാകുന്നതോടുകൂടെ പത്രോസിന്റെ സ്ഥിതി ആകപ്പാടെ മാറി. പത്രോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ 3 കുടിൽ പണിയാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനുമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ. കുടിൽ എന്ന പദം അവിടെ ഉപയോഗിച്ചെങ്കിലും അത് അത്ര ചെറിയ ഒരു കുടിലായിരിക്കാൻ സാധ്യതയില്ല. കാര്യം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമനാണ് മോശ. അതുപോലെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരാളാണ് ഏലിയാവ്. അവർ രണ്ടുപേരുമാണ് വ്യക്തിപരമായി ഇറങ്ങി വന്നിരിക്കുന്നത്. മോശയും ഏലിയാവിനെയും കൊച്ചു വീടുകളിൽ പാർപ്പിക്കാൻ ഒക്കുന്നതല്ല, സത്യമായും കുടിലുകളിൽ പാർപ്പിക്കാൻ ഒക്കുന്നതല്ല. പ്രപഞ്ച സൃഷ്ടാവാണ് യേശു. ഈ 3 പേർക്ക് വസിക്കാൻ കൊള്ളാവുന്ന ഓരോ വീടുകൾ ഉണ്ടാക്കാമെന്നാണ് പത്രോസ് പറയുന്നത്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പല പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. പത്രോസിന്റെ സാമ്പത്തിക സ്റ്റാൻഡേർഡ് നമ്മളൊന്ന് നോക്കിയാൽ കരം കൊടുക്കാൻ കാശില്ലാത്ത പുള്ളിയാണ്. കരം കൊടുക്കാൻ കാശില്ലാത്ത പത്രോസിന് ഈ സ്റ്റാറ്റസ് ഉള്ള 3 വ്യക്തികൾക്ക് താമസിക്കത്തക്ക വീടുകൾ പണിയാം എന്ന് പറയുവാനുള്ള കോൺഫിഡൻസ് എവിടുന്നുണ്ടായി? മാത്രവുമല്ല, പത്രോസ് എന്ന് പറയുന്ന ഒരാളോ അല്ലെങ്കിൽ കൂടെ വന്നിരിക്കുന്ന 2 ശിഷ്യന്മാരോ 3 പേര് നോക്കിയാൽ 3 വീടുകൾ പണിയുന്നത് എളുപ്പമാണോ? അവരുടെ കഴിവ് കുറവ്, അവരുടെ ആളില്ലായ്മ, അവരുടെ പണമില്ലായ്മ, ഇതെല്ലാം അവരങ്ങ് മറന്നു. ഈ മേഘത്തിന്റെ പ്രത്യേകത അതാണ്. ഒരിക്കൽ ഇത്തരം മേഘങ്ങളുടെ കീഴിലായാൽ അവരുടെ ശൂന്യതകൾ അവരങ്ങ് മറക്കും. പകരം ഉളവായി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ സാന്നിധ്യം അവർ ഏറ്റെടുത്തു. അവരെ ബാക്കിയെല്ലാം മറന്നു. നാമും ദൈവത്തിന്റെ മേഘത്തിന്റെ കീഴിലായാൽ ഇതുപോലുള്ള ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിലും ദൈവം തരും. നമ്മുടെ കഴിവുകളെയും ബലഹീനതകളെയും ഒക്കെ മറന്ന് ആ ദൈവിക കഴിവിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയും. ആകയാൽ ദൈവിക കഴിവിൽ ആശ്രയിക്കാൻ കഴിയുന്ന ചില മേഘങ്ങളുടെ കീഴിലായെങ്കിൽ കൊള്ളായിരുന്നു എന്ന ആശയമാണ് എടുത്തത്. ഇന്ന് പകൽ ഞാനൊരു മെസ്സേജ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ ആഴ്ചയിലും അത് തന്നെയായിരുന്നു എടുത്തിരുന്നത്. ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും 2 ആഴ്ചയായിട്ട് അഭിഷേകത്തിന്റെ മേഘം എന്നൊരാശയത്തിലേക്ക് വന്നു. മേഘത്തെക്കുറിച്ച് പല ആശയങ്ങൾ കാണാം. കാവലിന്റെ മേഘം വളരെ ഗൗരവമായിരുന്നു. ചില ആഴ്ചകൾ കൊണ്ടാണ് ഞാൻ കാവലിന്റെ മേഘം എന്നത് എടുത്തത്. ഇസ്രയേലിന്റെ മീതെ ഒരു മേഘം പോകുകയും ആ മേഘം ഫറവോന്റെ സൈന്യത്തിൽ നിന്ന് ഇസ്രയേലിനെ വേർതിരിക്കുകയും ചെയ്ത കാവലിന്റെ മേഘം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു.
വളരെ പ്രത്യേകിച്ചും കൊറോണയുടെ ഈ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാവലിന്റെ മേഘം ഏറ്റവും പ്രധാനമായിരുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരുപാട് ആയിരങ്ങൾ പട്ടണം വിട്ടുപോയി. ജോലിയില്ലാത്തത് കൊണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പട്ടണം വിട്ടുപോയി. ബഥേലിൽ നിന്ന് അങ്ങനെ ഒരാൾ പോലും വിട്ടുപോയതായിട്ട് അറിവില്ല. ഇത്രയും മെമ്പർഷിപ്പുള്ള നമ്മുടെ ഒരു ചർച്ചിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വിട്ടുപോയവരാരുമില്ല. എന്നാൽ പലരും നാട്ടിലേക്ക് മാറി. കാരണം വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു പോളിസിയായി. വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് അത് ബാംഗ്ലൂരിലിരുന്ന് വർക്ക് ചെയ്താലും കേരളത്തിലിരുന്ന് വർക്ക് ചെയ്താലും ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം പ്രയാസപ്പെടാനില്ല. അതുകൊണ്ട് വർക്ക് അറ്റ് ഹോം ഒരുപാട് പേർക്ക് അനുവദിച്ച് കിട്ടിയത് കൊണ്ട് പലരും അത് ലാഭകരമായി ഇവിടെ വാടക വീട് വേണ്ട എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് വിട്ടേച്ച് വയസ്സായ മാതാപിതാക്കളോടുകൂടെ താമസിക്കുവാനും മറ്റുമായി പോയി. അത് അവർക്കൊരു അനുഗ്രഹമായി മാറി. ബഥേലിനെ സംബന്ധിച്ച് ദൈവകൃപയാൽ അതൊരു അനുഗ്രഹമായിരുന്നു. കാരണം കാവലിന്റെ മേഘം ദൈവിക കാവലെന്ന് രാത്രിയും പകലും ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ദിവസവും പറഞ്ഞു, ഓരോ രാത്രികളിലും പ്രാർത്ഥിച്ചു. അത് പ്രയോജനമായി മാറി. ഇനി കർത്താവായ യേശു ക്രിസ്തു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ, എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് യോഹന്നാൻ 7:38 വിളിച്ചു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38. അതിനകത്ത് ഒരല്പം കൂടെ ഗൗരവമായിട്ട് ഇറങ്ങുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആ വിഷയം ഇന്ന് എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. അഭിഷേകത്തിന്റെ മേഘം എന്ന ആശയത്തോട് ചേർന്നാണ് ഈ ഒരു ആശയം ഞാൻ ചിന്തിക്കാനായി താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38, 39, 37. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ യേശു പറഞ്ഞത്. യേശു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നിങ്ങനെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. ഇതിനകത്ത് ഈ മേഘത്തെക്കുറിച്ച്, അഭിഷേകത്തെക്കുറിച്ച് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ പദത്തിൽ ഒന്ന് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവവചനത്തിന്റെ റെഫറൻസ് അനുസരിച്ച് ദൈവത്തിന്റെ നീരുറവ ഏതാണ്? തിരുവെഴുത്ത് പറയുന്നത് പോലെ നീരുറവകൾ പുകരും. ഒന്നാമത്തെ എക്സാമ്പിൾ ബൈബിളിൽ നദികൾക്ക് അല്ലെങ്കിൽ നീരുറവയ്ക്ക് ബൈബിളിൽ കിട്ടുന്ന ഒന്നാമത്തെ എക്സാമ്പിൾ ഏദൻ തോട്ടമാണ്. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖകളായി പിരിഞ്ഞു. ഞാൻ ഈ കാര്യം സഭയ്ക്കകത്ത് എടുത്തോർപ്പിച്ചു. ഇന്ന് ഒന്നുകൂടെ എടുത്തോർപ്പിക്കട്ടെ. ലോകപ്രകാരമുള്ള സാധാരണ നദികളുടെ പ്രത്യേകത, അത് പല തോടുകൾ ചേർന്ന് ഒരു നദിയാകുക, അല്ലെങ്കിൽ പല ബ്രാഞ്ചുകൾ ഒരുമിച്ച് വന്നതിനെ ബ്രാഞ്ച് എന്ന് വിളിക്കാൻ ഒക്കത്തില്ലായിരിക്കും. പല ശാഖകൾ ഒരുമിച്ച് ചേർന്ന്, പല തോടുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു നദിയാകുക. പക്ഷെ ഏദനിലെ നദിയുടെ പ്രത്യേകത ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു നദി 4ആയി തിരിഞ്ഞൊഴുകുക. ഒരു ജലാശയം, ഒരു നദി, അത് 4ആയി തിരിഞ്ഞൊഴുകുകയാണ്. ലോകത്തിന്റെ നദികളുടെ പ്രത്യേകത, 5-ാം നൂറ്റാണ്ടിൽ ഇന്ന ആള് ഇന്നത് പഠിപ്പിച്ചു, 13-ാം നൂറ്റാണ്ടിൽ മറ്റേ പുള്ളി അത് പഠിപ്പിച്ചു, തർത്തുല്യൻ ഇങ്ങനെ പഠിപ്പിച്ചു, മറ്റേയാൾ അത് പഠിപ്പിച്ചു, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തു. പിന്നെ നമ്മുടെ പിതാക്കന്മാർ 3-ാം സുനഹദോസിൽ ഇതുണ്ടാക്കി, 5-ാം സുനഹദോസിൽ മറ്റേതുണ്ടാക്കി. ഇതിന്റെ എല്ലാം കൂടെ ആകത്തുകയാണ് നമ്മൾ ഇന്നിരിക്കുന്നത് പല തോടുകൾ ഒരുമിച്ച് ഒരു നദിയാകുക. പക്ഷേ ദൈവത്തിന്റെ പ്രമാണം അതല്ല. ഒരു നദി പല തോടുകളായി മാറുക. ഒരൊറ്റ ഉറവിടം, ഒരൊറ്റ ഉറവസ്ഥാനം, അത് നിത്യനായ ദൈവമാണ്. തന്നിൽ നിന്ന് ആരംഭിക്കുന്നത് പല തോടുകളായി മാറും, തിരുവെഴുത്ത് പറയുന്നത് പോലെ. ഇനിയും ഏദനിലെ നദിയുടെ ആ ബ്രാഞ്ചസിനെ ഒന്ന് തൊടുന്നത് കൊള്ളാം. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേര് എന്ന് ഉൽപ്പത്തി 2:10 പറയുന്നു. ഒന്നാമത്തെ ബ്രാഞ്ചിന് പീശോൻ എന്ന പേര്, ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. പീശോൻ എന്ന വാക്കിന്റെ അക്ഷരീക അർത്ഥം കൊടിയ വെള്ളച്ചാട്ടം എന്നാണ്. നിറഞ്ഞു കവിയുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. അതാണ് നിറഞ്ഞു കവിയുക. നമ്മുടെ ആത്മാവിന്റെ നദി ഉണ്ടെങ്കിൽ അതിനകത്തൊരു നിറച്ചിലും ഒരു കവിച്ചിലുമുണ്ട്. ഈ നദിയുടെ പ്രത്യേകത എന്തുവാണ്? തോട്ടം നനയ്ക്കേണ്ടതിനാണ് ദൈവം ആ നദി ഉണ്ടാക്കിയത്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നെങ്കിൽ, ആത്മസാന്നിധ്യം ഉണ്ടാകുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും കുടുംബവും സഭയും അത് മുഖേന അനുഗ്രഹിക്കപ്പെടണം.
പലപ്പോഴും നമ്മൾ ഇതൊരു ക്ലെയിമായിട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറില്ല, അതുകൊണ്ട് നമ്മൾ ഇത് അനുഭവിക്കാറുമില്ല. അതേസമയത്ത് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒഴുകുന്നത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടണം. തോട്ടം നനയ്ക്കുകയാണ് ഒന്നാമത്തെ കാര്യം. അതിനപ്പുറത്താണ് അതിനകത്ത് അതിന്റെ പ്രത്യേകത. അത് ഒരു നിറയുന്ന അനുഭവത്തെ കാണിക്കുന്നതാണ് ദ ഫുൾനെസ്. രണ്ടാമത്തേതിന് പീശോൻ എന്നു പേര്. പീശോൻ എന്നത് ഒഴുകുന്നത്, അത് ഒഴുകുന്ന ഇടത്ത് മേൽത്തരമായ പൊന്നുണ്ട് എന്ന് കണ്ടു. അത് ഉണ്ടാക്കുന്ന ഫലങ്ങൾ പൊന്നെന്നല്ല, മേൽത്തരമായ പൊന്നാണ്. പൊന്ന് ദൈവികത്വത്തെ കാണിക്കുന്ന ഒരു മെറ്റാലിക് ഘടകമാണ്. ദൈവികത്വത്തെ കാണിക്കുന്ന ഒരു വ്യക്തി ആത്മാവിലായാൽ അവൻ പോകുന്നിടത്തൊക്കെ ഒരു ദൈവികത ഉണ്ടാകും, ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടാകും. ആ ദൈവിക സാന്നിധ്യത്തിലൂടെ നടക്കുവാൻ തനിക്ക് കഴിയുന്നു. അതും മേൽത്തരമായ പൊന്നാണ്. നാം ദൈവാത്മാവിനാൽ നിറഞ്ഞുവെങ്കിൽ മേൽത്തരമായ ചിലതുണ്ട്. അടുത്തത് ആ വാക്കിന്റെ അർത്ഥം. പീശോൻ എന്ന വാക്കിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം എ ബസ്റ്റ് ഔട്ട്, എ ബ്രേക്ക് ഔട്ട്, നിറഞ്ഞ് കവിയുക, ആൻഡ് ഓവർഫ്ലോ. ആ ഓവർഫ്ലോ ഇൻ ദ ഫോം ഓഫ് എ ബസ്റ്റ് ഔട്ട്, പൊട്ടിത്തെറിയുടെ ഒരു അനുഭവത്തിലൂടെ അതുപോലെ ശക്തമായി വളർന്നു വരുന്ന ഒന്നായിരിക്കും ആത്മാവിന്റെ പ്രവർത്തനം. ഒന്നാമത്തെ ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ച്. മൂന്നാമത്തേതിന് ഹിദേക്കൽ എന്ന പേര്. ഹിദേക്കൽ എന്ന വാക്കിന്റെ അർത്ഥം അല്പം കൂടെ ഗൗരവമാണ്. ഒന്ന്, അത് ഒഴുകുന്നത് കൂശിലേക്കാണ്. കൂശ് എന്ന വാക്കിന്റെ അർത്ഥം എത്യോപ്യയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ കൂശ് എന്ന വാക്കിന്റെ അർത്ഥം കരിഞ്ഞ മുഖങ്ങൾ എന്നത്രേ. കരിഞ്ഞ മുഖമുള്ള ഇടത്തേക്കും ഇത് ഒഴുകാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാര നദി കരിഞ്ഞ മുഖങ്ങളുള്ള ഇടത്തേക്ക് ഒഴുകിയാൽ ആ പ്രദേശത്തെ അത് നനയ്ക്കുകയും അത് ഫലപുഷ്ടമാക്കുകയും ചെയ്യും. ഇനിയും ആ വാക്കിന്റെ അർത്ഥമാണ് വലുത്. ഹിദേക്കൽ എന്ന വാക്കിന്റെ അർത്ഥം എ ടാർഗറ്റഡ് ഓർ എയിംഡ് ഫ്ലൈയിങ് ആരോ. യുദ്ധസമയത്ത് ഒരു രാജാവോ സൈന്യത്തിൽപ്പെട്ട ഒരാളോ ഒരു ടാർഗറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരമ്പ് വലിച്ചുവിട്ട് ആ അമ്പ് ടാർഗറ്റിലേക്ക് പറക്കുന്ന, ആ പറന്നു പോകുന്ന അമ്പ് എന്ന അർത്ഥത്തിലാണ് അതിനെ ഉപയോഗിക്കുന്നത്. പറന്നു പോകുന്നതായ ഒരമ്പ് പറന്നു പോകുകയാണ്, ഒരു പറക്കുന്ന അമ്പ്. ഇങ്ങനെ ഒരമ്പ് പറന്നു പോകത്തക്കവണ്ണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയട്ടെ. നാം മിസ്ഗൈഡഡ് മിസൈൽ അല്ല, പകരം ടാർഗറ്റഡ് ആരോ ആണ്. നാം പോകുന്നത് സ്ലോ ആയിട്ടല്ല, ഓർ ടുവേഴ്സ് എ ടാർഗറ്റ്. ദൈവം ഉദ്ദേശിച്ച ഉന്നം വെച്ച ഇടത്തേക്ക് പറന്നു പോകുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവിനുണ്ട്. ഒടുവിലത്തെ നദി യൂഫ്രട്ടീസ് ആണ്. അതിനെക്കുറിച്ച് ഇപ്പം വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അബ്രഹാം ക്രോസ് ചെയ്തത് യൂഫ്രട്ടീസ് റിവർ ആയിരുന്നു. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ഇതുപോലെയുള്ള നദികൾ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടും. രണ്ടാമത്തെ റെഫറൻസ് ഞാൻ എടുത്തതും സാധാരണ എടുക്കുന്നതും മോശ പോയി നിന്ന് അടിച്ചതായ പാറയാണ്. മോശ പാറയെ അടിച്ചതിനെ കുറിച്ചൊക്കെ അല്പം കൂടെ ഗൗരവമായ ചില ധാരണകൾ കഴിഞ്ഞ ആഴ്ചകളിൽ എനിക്ക് ലഭിക്കാനിടയായി. മോശ ആദ്യത്തെ പ്രാവശ്യം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പാറയെ അടിച്ചു. മോശ പാറയെ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്. മോശ പാറയെ അടിക്കാൻ പോകുമ്പോൾ കർത്താവ് പറയുന്നത്, ജനം ദാഹിക്കുന്നു, കരയുന്നു, ജനം പിറുപിറുക്കുന്നു, മോശയെ കല്ലെറിയാൻ അവർ ഒരുങ്ങുന്നു. മോശ ദൈവസന്നിധിയിൽ വന്ന് കരയുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, മോശയെ, നീ നദിയെ അടിച്ച വടിയുമായി ഇപ്പോൾ പാറയുടെ അടുക്കൽ ചെന്ന് പാറയെ അടിക്കണം. നീ നദിയെ അടിച്ച വടിയുമായി ഹോരേബിലേക്ക് വരണം. ഹോരേബിലെ പാറമേൽ ഞാൻ നിൽക്കും, നീ ആ പാറയെ അടിക്കണം. ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങളിൽ തൊട്ടിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ വിളിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ യേശുവ. ആ പാറയുടെ മേൽ ഞാൻ കയറി നിൽക്കും. ആ പാറ ക്രിസ്തു തന്നെയായിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായവും പറയുന്നുണ്ട്. ആ പാറയുടെ മേൽ ഞാൻ നിൽക്കും. മോശെ, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന ജനത്തിനൊരു പോരാട്ടം ഉണ്ടായാൽ, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന ജനത്തിന് ഒരു ബലഹീനത ഉണ്ടായാൽ അവർക്ക് വേണ്ടി അടി കൊള്ളുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ പാറമേൽ നിൽക്കും. നീ വന്ന് ആ പാറയെ അടിക്കണം, ഞാൻ പാറമേൽ നിൽക്കും. ഇന്ന് ദൈവം എന്നെ വിളിച്ചുകൊണ്ട് വന്നൊരു സ്ഥാനത്താക്കി. എൻ്റെ ജീവിതത്തിലൊരു പരാജയം വന്നാൽ എനിക്ക് വേണ്ടി അടി കൊള്ളുവാൻ യേശു ഉണ്ട്. എനിക്ക് വേണ്ടി അടി കൊള്ളേണ്ടത് യേശുവാ. ഞാൻ ആ പാറമേൽ നിൽക്കും, നീ വന്ന് ആ പാറയെ അടിക്കണം. അടിക്കപ്പെട്ട പാറയായ ക്രിസ്തു എന്ന് വിളിക്കുന്നത് കൊണ്ട് അടി കൊണ്ടത് ക്രിസ്തുവിന് തന്നെ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ജനത്തിന് ക്ഷാമമുണ്ടായി. ക്ഷമിക്കണേ, നീ നദിയെ അടിച്ച വടിയുമായി വരിക. അതിനകത്ത് എന്തെങ്കിലും ഒരു അർത്ഥം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നദിയെ അടിച്ച വടി എന്ന് പറയുന്നു? സർപ്പമായി തീർന്ന വടി എന്ന് പറഞ്ഞുകൂടെ? നീ ആകാശത്തേക്ക് ചൂണ്ടി ആ ചെങ്കടലിനെ വിഭജിച്ച വടി എന്ന് പറഞ്ഞുകൂടെ?
നീ ഇന്നത് ചെയ്ത വടി എന്നതിനെക്കുറിച്ച് പറഞ്ഞുകൂടെ? എന്തെല്ലാം ഇടങ്ങളിലാണ് ദൈവം ആ വടിയെ ഉപയോഗിച്ചത്? എന്തുകൊണ്ട് നീ നദിയെ അടിച്ച വടി എന്ന് പറയുന്നു? നദി ഒരു ഓക്കെ, നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോകുക, ഞാൻ പാറമേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. എന്തുകൊണ്ട് നദിയെ അടിച്ച വടി എന്ന് എടുത്തു പറയുന്നു? ഒരർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ മിസ്രയീമിൽ ബഹുദൈവ വിശ്വാസികളായിരുന്നു. മിസ്രയീമ്യർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതിനകത്ത് നദി എന്നത് ജലദേവതയെ കുറിക്കുന്നതാണ്. അതവരുടെ അതിപ്രധാന ദേവതകളിൽ ഒന്നാണ്. അതിനെ ശിക്ഷിച്ചത് കൊണ്ടാണ്, അതിനെ അടിച്ചത് കൊണ്ടാണ് അതിനകത്തെ വെള്ളം രക്തമായി മാറിയത്. അവിടെയാണ് നദിയെ അടിച്ച വടി. ആ വെള്ളം രക്തമാക്കി മാറത്തക്കവണ്ണം നീ മിസ്രയീമ്യ ശക്തികളെ ശാസിച്ച ആ വടി കൊണ്ടൊരടി അടിച്ചെങ്കിൽ ആ മിസ്രയീമ്യ ശക്തികൾ നിന്റെ വെള്ളം കൂടി മുട്ടിച്ചു എന്ന് മറക്കണ്ട. മിസ്രയീമ്യരുടെ വെള്ളം കൂടി മുട്ടിക്കേണ്ടതിന് മോശ ദൈവത്തിന്റെ വടി കൊണ്ട് നദിയെ അടിച്ചു. അതിൻ്റെ ഒരു റിയാക്ഷൻ പല പ്രാവശ്യം ഇസ്രയേലിനുണ്ടായി. മാറായിലെത്തി, അതിലെ വെള്ളം കയ്പായിരുന്നു, കുടിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ആ വെള്ളത്തെ ദൈവം പഥ്യമാക്കി. 2, പാറയെ അടിക്കുന്നതിന് മുന്നമേ ജനത്തിന് മരുഭൂമിയിൽ വെള്ളം കിട്ടാതെയായി. ജനം വിഷമിച്ചു. വീണ്ടും ആ വെള്ളം പറ്റി, മരുഭൂമിയിൽ വെള്ളം കിട്ടാതെയായി. വെള്ളം കിട്ടാതെയായ 2 സാഹചര്യങ്ങളും, വെള്ളം കയ്പായ ഒരു സാഹചര്യവും, വെള്ളം നിമിത്തം കടന്നു പോകാൻ ഒക്കഞ്ഞ 2 സാഹചര്യങ്ങളും ജനത്തിനുണ്ടായി. ചെങ്കടലിങ്കൽ വെച്ച് വെള്ളം നിമിത്തം കടന്നു പോകാൻ ഒത്തില്ല. യോർദാനിൽ വെച്ച് വെള്ളം നിമിത്തം കടന്നു പോകാൻ ഒത്തില്ല. യോർദാനും ഒരു മാറായും 2 പാറയെ അടിച്ച സംഭവങ്ങളും മോശയുടെ മുമ്പിലുണ്ട്. മോശെ, ഒരിക്കൽ വടി കൊണ്ട് നീ നദിയെ അടിച്ചു, ആ നദി ശിക്ഷിക്കപ്പെട്ടു. ഇന്ന് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും. പല ആത്മീക ശുശ്രൂഷകൾക്കും തിരിച്ചടി ഉണ്ട് എന്ന് പറയാറുണ്ട്. അതെ, അതിനൊരു തിരിച്ചടി ഉണ്ടായി എന്ന് വരാം. നീ ആ വടി തന്നെ കയ്യിലെടുത്തു, അതേ വടി കൊണ്ട് പിന്നെയും ഞാൻ അതേ ശത്രുവിനെ ശിക്ഷിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നീ ആ വടി കൊണ്ട് അടിച്ചു, അടി കൊണ്ട മാത്രയിൽ അത് നിന്നോടൊരു റിയാക്ഷൻ കാണിച്ചു. ശുശ്രൂഷയുടെ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നീ അഭിഷേകം കളഞ്ഞു പോകാനല്ല, അത് തന്നെ എടുത്തു, ഞാൻ നിന്നെ വിടിവിക്കും. അമേരിക്കയിലെ ഡാലസിലുള്ള അനിയൻ കുഞ്ഞു പാസ്റ്റർ ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഒരാള് അദ്ദേഹത്തിന്റെ അടുത്തുകൾ കൃപാവരങ്ങളൊക്കെ വേണം, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതാ. അപ്പൊ അനിയൻ കുഞ്ഞു പാസ്റ്റർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് കൃപാവരമാണ് നിനക്ക് വേണ്ടത്? അല്ല വല്ല ഭൂതശാന്തിയോ രോഗശാന്തിയോ ഒക്കെ കിട്ടിയാൽ. നേരെ അനിയൻ കുഞ്ഞൊരു വാചകം പറഞ്ഞിടാ, മോനെ, ഭൂതശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ കരുതിയേ പ്രാർത്ഥിക്കാവൂ. ആ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചതിൽ ചൊവ്വേ നേരെ വെള്ളം ഇറങ്ങി ചത്തവർ വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ വാചകമായിരുന്നു, ആ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചതിൽ ചൊവ്വേ നേരെ വെള്ളം ഇറങ്ങി ചത്തവർ വളരെ കുറവാ. കാര്യം ജീവിതത്തിൽ എവിടെയേലും പെശകിയാൽ ഇവൻ തിരിഞ്ഞടിക്കും. മോശെ, നിന്റെ ജനത്തിന്റെ ജീവിതത്തിൽ പെശകുള്ളത് കൊണ്ടാണ് അവൻ തിരിഞ്ഞടിക്കാൻ കാരണമായത്. അതുകൊണ്ട് നീ അഭിഷേകം നിർത്തിയേച്ചു പോകാനല്ല, അതുകൊണ്ട് നീ ആ കൃപാവരം ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല, 4 പേര് എതിർത്തത് കൊണ്ട് നീ ആ കൃപാവരം വേണ്ടെന്ന് വെക്കാനല്ല. അതേ വടി കയ്യിലോട്ട് എടുത്തോ, ഞാൻ ആ പാറമേൽ നിൽക്കും, ഞാൻ അടി കൊള്ളാൻ റെഡിയാണ്. നീ ആ പാറയെ അടിക്കണം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും. 2ാമത്തെ പ്രാവശ്യം പാറയെ അടിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പദമുണ്ട്, മത്സരികളെ കേൾക്കുക, വന്ന് കാണുക, ഞങ്ങൾ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരുമെന്ന് പറഞ്ഞ് കൈ ഉയർത്തി പാറയെ 2 പ്രാവശ്യം അടിച്ചു. ധാരാളം വെള്ളം പുറപ്പെട്ടു. അടിക്കപ്പെട്ട പാറയിൽ നിന്ന് പിന്നെയും വെള്ളം പുറപ്പെട്ടു. 2ാമത്തെ പ്രാവശ്യം സത്യത്തിൽ പാറയോട് കൽപ്പിക്കാനാണ് ദൈവം പറഞ്ഞത്, പോയി അടിച്ചു. പാറയോട് കൽപ്പിക്കുവാൻ പറയുവാനുള്ള കാരണം, നമ്പർ 1, ദൈവത്തിന്റെ എക്സാമ്പിൾ തെറ്റിക്കാൻ പാടില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് പാറയെങ്കിൽ ഒരിക്കൽ മാത്രമേ താൻ അടിക്കപ്പെടുകയുള്ളൂ, ഒരു പ്രാവശ്യം മാത്രമേ താൻ ക്രൂശിക്കപ്പെടുകയുള്ളൂ. ക്രിസ്തുവിനെ പിന്നെയും കുരിശിക്കുന്നവരായി നാം മാറരുത്. അത് ബൈബിളിന്റെ ഒരു പ്രയോഗമാണ്. നാം പിന്നെയും പാപം ചെയ്യുന്നതോടുകൂടെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയെ നാം മറന്നു കളയുന്നതോടുകൂടെ, യേശുവിന്റെ രക്തത്തിന്റെ വിടുതലുകൾ നാം അനുഭവിക്കാതിരിക്കുന്നതോടുകൂടെ നാം യേശുവിനെ പിന്നെയും കുരിശിക്കുന്നവരാണ്. നാം പിന്മാറ്റത്തിലേക്ക് പോയാൽ മനുഷ്യപുത്രനെ തങ്ങൾക്ക് തന്നെ പിന്നെയും കുരിശിക്കുന്നവരാണ്. നാം യേശുവിനെ കുരിശിക്കാൻ പാടില്ല. 2ാം പ്രാവശ്യം താൻ അടിക്കപ്പെടേണ്ട കാര്യമില്ല. മോശ 2ാം പ്രാവശ്യം പാറയെ അടിച്ചു. അത് കാരണം മത്സരികളെ, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരുന്നത് കണ്ടോളാൻ പറഞ്ഞെങ്കിലും ആ അനുസരണക്കേട് കാണിച്ചതിനാൽ മോശയ്ക്ക് കനാനിൽ കടക്കാൻ കഴിയാതെ പോയി എന്ന് മറക്കണ്ട. ലോകം കണ്ട പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ബൈബിൾ വിളിച്ച ഒരു പ്രവാചകൻ മോശ. വാഗ്ദത്ത നാട്ടിൽ കയറാൻ കഴിയാതെ പോയതിൻ്റെ 1ാമത്തെ
കാരണം ദൈവത്തിന്റെ എക്സാമ്പിൾ ലംഘിച്ചു. യേശു 2 പ്രാവശ്യം അടിക്കപ്പെടേണ്ടവനല്ല, 2ാം പ്രാവശ്യം പാറയെ അടിച്ചു. നമ്മൾ പിന്മാറ്റം ഉണ്ടാകാതെ ശ്രദ്ധിക്കണേ. നാം പിന്മാറിയാൽ യേശുവിനെ പിന്നെയും കുരിശിക്കുന്നവരാണ് എന്ന് ബൈബിൾ പറയുന്നു. അതിന് നമുക്ക് റൈറ്റ് ഇല്ല എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. 2ാമതൊരാശയം കൂടെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിട്ടി. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കമൻട്രികളിൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കാൻ, മോശ പാറയെ അടിച്ച സംഭവത്തെക്കുറിച്ചൊക്കെ ഏതെങ്കിലും ഒരു കമൻട്രിയിൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എവിടെയോ തപ്പിച്ചിറങ്ങിയപ്പോൾ കിട്ടിയ ഒരു പദമാണ്. അന്നുവരെ ഇത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അന്നുവരെ മോശ ചെയ്ത സകല അത്ഭുതങ്ങളിലും ഏതെങ്കിലും ഒരു ക്രിയ മുഖേന മാത്രമേ മോശ ഒരു അത്ഭുതം ചെയ്തിട്ടുള്ളൂ. ഒരിക്കൽ പറഞ്ഞു, നീ വടിയെടുത്ത് ആകാശത്തേക്ക് നീട്ടി എന്തൊക്കെയോ സംഭവിച്ചു, എനിക്കൊന്ന് ഈച്ച വന്നു. വേറൊരു പ്രാവശ്യം പറഞ്ഞു, നീ വടിയെടുത്ത് നിലത്തെ പൊടിയെ അടിച്ചു, അത് പേനായി മാറി. പിന്നൊരിക്കൽ വടി തൊട്ടയില്ല, അദ്ദേഹത്തോട് പറഞ്ഞു, നീ കൈ നിറയെ ചാരം വാരി, അടുപ്പിലെ ചാരം വാരി ആകാശത്തോട്ട് എറി, അത് പേനായി മാറും. അത് പേനായി മാറി. അങ്ങനെ എപ്പോഴും ഏതെങ്കിലും ഒരു ക്രിയ കൊണ്ട് മാത്രമേ അദ്ദേഹം ഒരടയാളം ചെയ്തിരുന്നുള്ളൂ, ഒരു വാക്കുകൊണ്ട് ചെയ്തിരുന്നില്ല. ദൈവത്തിന്റെ പ്രത്യേകത വാക്കുകൊണ്ട് സൃഷ്ടി നടത്താൻ കഴിയുന്നവനാണ്. മോശയെ അന്ന് വരെ ദൈവം കൊണ്ടുപോയ ലെവലിൽ നിന്ന് അദ്ദേഹത്തെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുവാൻ, ആ ദൈവത്തോട് അടുത്ത് നടക്കുന്ന വേറൊരു പദവിയിലേക്കാക്കുവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്രാവശ്യം നീ അടയാളമൊന്നും കാണിക്കണ്ട, പ്രാക്ടിക്കൽ ഒന്നും വേണ്ട, നീ ആ പാറയോട് കൽപ്പിക്ക്, എൻ്റെ അധികാരത്തിന്റെ ഒരു ഭാഗം നീ കൈകാര്യം ചെയ്യ്, നീ പാറയോട് കൽപ്പിക്ക്, അത് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കും. എന്തോ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ദൈവം വന്നതാണ് എന്ന് മോശ മറന്നുപോയി. തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന് മോശ അറിഞ്ഞില്ല. മോശ ദൈവത്തിന്റെ കൽപ്പന ശ്രദ്ധിക്കാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മയുടെ പുറത്ത് ചെയ്തു, അമ്പെ പരാജയപ്പെട്ടു. നാം ഓർമ്മയുടെ പുറത്തൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാൻ കർത്താവിൽ ഞാൻ ഒന്നുകൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ ഓർത്ത് മോശയ്ക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആട്ടെ, മോശയെ കൊണ്ടത് ചെയ്തു. മോശയുടെ വെള്ളം ഒരു സമൂഹമായി വന്നു. ആ വെള്ളം ഒരു സ്ഥലത്ത് ഒരു തടാകമായി മാറി. അവിടെ നിന്ന് നദികളായും ആ നദികൾ പിന്നത്തേതിൽ ചെറുതോടുകളായി ഇസ്രയേലിന്റെ പാളയം മുഴുവനും എത്തുവാനിടയായി. തിരുവെഴുത്ത് പറയുന്നത് പോലെ, തിരുവെഴുത്ത് പറയുന്ന 2 ഉദാഹരണങ്ങൾ നദിയെക്കുറിച്ചുള്ളത് ഞാൻ എടുത്തു. ഒന്ന് ഏദൻ തോട്ടത്തിലെ നദി, 2 മോശയുടെ കാലത്തെ നദി. ഇത് രണ്ടും ഒരു നദി ഉണ്ടായി ബ്രാഞ്ചുകളായി തിരിയുകയായിരുന്നു, ബ്രാഞ്ചുകളായി പോകുകയായിരുന്നു. ഏദൻ തോട്ടത്തിലെ നദി 4 ബ്രാഞ്ചായി തിരിഞ്ഞെങ്കിൽ മോശ കൊണ്ടുവന്ന വെള്ളം എത്രയായിരം ബ്രാഞ്ചുകളായി തിരിഞ്ഞു എന്ന് പറയാൻ അറിയാൻ വയ്യ. ഓരോരുത്തന്റെ കൂടാരത്തിന്റെ മുൻപിലിരുന്ന് വെള്ളം കോരത്തക്കവണ്ണം, അവരവരുടെ കൂടാരങ്ങളുടെ മുൻപിലൂടെ ഒഴുകത്തക്കവണ്ണം തോടുകളായി ഒഴുകി എന്ന് കാണുവാൻ കഴിയും. 3ാമത്തെ നദിയെ ഞാൻ എടുക്കുവാൻ എടുത്തതും യെസക്കിയേലിന്റെ പ്രവചനത്തിൽ നിന്നാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. യെസക്കിയേലിന്റെ പ്രവചനത്തിൽ കാണുന്ന ഒരു നദി, യെസക്കിയേൽ 47-ാമത്തെ അധ്യായത്തിൽ, ദൈവത്തിന്റെ ദൂതൻ എന്നെ ആലയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആലയത്തിന്റെ ദർശനം കിഴക്കോട്ടായിരുന്നു. അതിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നതായി കണ്ടു. ഞാൻ ഒരുപാട് പ്രാവശ്യം അത് എടുത്തെങ്കിലും ഇന്ന് വളരെ ഗൗരവമായി പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച ഒരു ഭാഗം ഞാൻ അവിടെ നിന്ന് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അവിടെ എടുക്കേണ്ടത് ഇങ്ങനെയാണ് എടുക്കുന്നത്. യെസക്കിയേൽ 47-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നതായി ഞാൻ കണ്ടു. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിന്റെ വലത്തു ഭാഗത്ത് കിഴക്ക് നിന്ന് യാഗപീഠത്തിന് തെക്കുവശത്തായി ഒഴുകി. 1ാമത്തെ കാര്യം, കിഴക്കോട്ട് ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നതായി കണ്ടു. യഥാർത്ഥ ഒറിജിൻ കാണാൻ സാധിച്ചിട്ടില്ല. കാണുന്നത് ഉമ്മരപ്പടി മുതലാണ്. കാര്യം ആലയത്തിന്റെ അകത്തന്നെ കയറ്റിയിട്ടില്ല, അതിന്റെ വെളിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നതായി കണ്ടു. 47-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ആ ആലയത്തിലൂടെ ചുറ്റി എന്നെ നടക്കുമാറാക്കി. കാര്യം വെള്ളം ചുറ്റിയാണ് ഒഴുകുന്നത്. അത് കിഴക്കൂടെയും പടിഞ്ഞാറൂടെയും എല്ലാം ഒഴുകി അവസാനം വടക്ക് ചെന്നു. ആലയവുമായി എനിക്കൊരു ബന്ധമുണ്ടായി. പരിശുദ്ധാത്മ നദിയും ഞാനും കൂടെ ബന്ധപ്പെടുന്നതിന് മുന്നമേ ദൈവത്തിന്റെ ആലയവും ദൈവസഭയുമായി എനിക്കൊരു ബന്ധമുണ്ടാകേണ്ടത് നല്ലതാണ്. എന്നെ അതുവഴി എല്ലാം ചുറ്റിച്ച് നടത്തി. എന്നിട്ട് 47-ന്റെ 2-ാമത്തെ വാക്യത്തിൽ,
1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. ഞാൻ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ നദീജലം കണ്ടു. അത് ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്നത് കണ്ടു. അവസാനം ആലയത്തിന്റെ വെളിയിലേക്ക് ഒഴുകുന്നത് കണ്ടു. ആ ഒഴുകുന്ന ഭാഗം മുതൽ ഞാൻ ശ്രദ്ധിച്ചു, 1000 മുഴം ദൂതൻ അളന്നു എന്നെ 1000 മുഴം കടക്കുമാറാക്കി. ഞാൻ പലപ്പോഴും ഓർത്തിട്ടും അനേക പ്രാവശ്യം ചിന്തിച്ചിട്ടുമുണ്ട്, ഈ ദൂതന് എന്തുകൊണ്ടാണ് ഈ 1000 മുഴം ഒരുമിച്ച് ഒരൊറ്റ ഒരു പാക്കേജ് ആയിട്ട് 1000 മുഴം അളന്നത്? കൂടിപ്പോയില്ലേ? 2-3 മുഴം അളന്ന് നടത്തിയാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഇന്ന് ഉപയോഗിച്ച ഒരു ഉദാഹരണമുണ്ട്. പണ്ട് ഒരാൾ 100 സിഗരറ്റ് വലിക്കുമായിരുന്നു. പിന്നെ അവനങ്ങോട്ട് മാനസാന്തരപ്പെട്ട് 99 കൊണ്ടുവന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ഒന്നുകൂടെ പരിശ്രമിച്ച് നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ 98 പിന്നെ 97. ഇങ്ങനെ പതുക്കെ 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 ടാർഗറ്റ് കുറച്ച് കൊണ്ടുവരികയാണോ, അതോ സ്റ്റോപ്പ് ഇറ്റ് വൺസ് ഫോർ ഓൾ, ഒരൊറ്റ പാക്കേജ്? ജഡീക ചിന്തകൾ വിട്ട്, ജഡീക സ്വഭാവങ്ങൾ വിട്ട് മുന്നോട്ട് വരിക. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ദൈവപ്രമാണത്തിൽ നടക്കുക. സകല വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്നും രക്ഷ പ്രാപിക്കുക. ഒരൊറ്റ പാക്കേജിലാണ് ഇത് മുഴുവനും കൂടെ കൊടുക്കുന്നത്. തേണ്ട പ്രവാചക, അളക്കുന്നെങ്കിൽ 1000 മുഴം ഒരുമിച്ചേ അളക്കത്തുള്ളൂ. ഞാൻ 1000 മുഴം ഒരുമിച്ച് അളന്നത് കൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നീ തന്നെ ശ്രമിച്ചാൽ ഇത് കടക്കാൻ ഒക്കത്തില്ല. ഞാൻ അങ്ങയെ കടക്കുമാറാക്കിയെങ്കിലേ ഉള്ളൂ. ദൈവത്തിന്റെ ദൂതൻ 1000 മുഴം അളന്നു എന്നെ അതിലൂടെ കടക്കുമാറാക്കി. ആദ്യത്തെ 1000 മുഴം ഞാൻ കടന്നു എന്ന് പറയാൻ ഒക്കത്തില്ല, എന്നെ കടക്കുമാറാക്കി. ഈ കാനവച്ചൻ എന്ന കർത്താവിന്റെ ദാസൻ പണ്ടൊരിക്കൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. മതമായിരുന്ന ഒരു സങ്കീർത്തനം എഴുതിയെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ: ഞാൻ ആഴമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ആയിപ്പോയി, പക്ഷേ വളരെ പരിശ്രമിച്ചൊരു പാറ കണ്ടുപിടിച്ച് തത്തിപ്പിടിച്ച് ഞാൻ പാറയുടെ മണ്ടേ കയറി, ഇനി ചള്ളയ്ക്ക് എന്നോട് എന്നാ ചെയ്യാൻ കഴിയുമെന്ന്. അത് ലോകം പറയുന്ന ഒരു സങ്കീർത്തനമാണ്. എന്നാൽ ദൈവത്തിന്റെ സങ്കീർത്തനം അങ്ങനെയല്ല. ഞാൻ ആഴമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും അകപ്പെട്ടു, തന്നെ കയറാൻ നിവൃത്തിയില്ലാതിരുന്നു. അവൻ ഒരു പാറമേൽ എന്നെ കയറ്റി നിർത്തി, എൻ്റെ വഴികളെ സ്ഥിരമാക്കി തന്നു, എൻ്റെ പാതകളെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇത് ദൈവത്തിന്റെ കൃപയാണ്. സാധാരണക്കാരൻ പറയും, എനിക്ക് ആത്മാവിനെ കുറിച്ചേറെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, മലേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒരു ദൈവദാസൻ ബാംഗ്ലൂർ വന്നു. അപ്പൊ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിൽ PhD ഒക്കെ ഉള്ള ആളാണ്. PhD എടുത്തത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു തീസിസ് എഴുതിയിട്ടാണ്. അതായിരുന്നു തന്റെ പഠന വിഷയം. താന് തീസിസും ഒക്കെ എഴുതി ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത മനുഷ്യനാണ്. ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങൾ വിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചത് കൊണ്ട് ഞാൻ ആ പുസ്തകം ഒന്ന് വാങ്ങിച്ച് ആരെ കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിച്ചേച്ച് ഒരു കമന്റ് കിട്ടിയിട്ട് മതി ഞാനായിട്ട് പരസ്യപ്പെടുത്തി വിൽപ്പനയ്ക്ക് വെക്കുന്നത് എന്ന് കരുതി ഒരു സഹോദരന്റെ വായിക്കാൻ കൊടുത്തു. ഒരു 3-4 മണിക്കൂർ വായിച്ചേച്ച് അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത് ദുരുപദേശം തന്നെ എഴുതി വെച്ചിരിക്കുന്ന. ഈ പുള്ളിക്കാരൻ പറയുന്നത് പ്രവചനം ഒരിക്കലും പറയരുത്. കാര്യം പ്രവചനം തെറ്റാൻ തികഞ്ഞ സാധ്യത ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു വാക്യം കോട്ട് ചെയ്ത് വെച്ച് പോകയാകാവൂ, പ്രവചനമായി പറയരുത്, പറഞ്ഞാൽ തെറ്റിപ്പോകും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പോൾ അങ്ങെന്നാന്ന് തോന്നുന്നു അങ്ങരുടെ പേര്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിത, ഇത് ഒരു തെറ്റായ പ്രസ്താവനയാണ്, ഇങ്ങനല്ല. നിങ്ങൾക്ക് പ്രവാചകന്മാരെ പരിചയമില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രവാചകനെ പരിചയപ്പെടുത്താമെന്നും പറഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ കൂട്ടി അദ്ദേഹത്തെ പുനലൂർ വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്, സാമച്ചനുമായി പരിചയപ്പെടാൻ. മൈ ഗുഡ്നസ്, സാമച്ചന്റെ അടുക്ക് ചെന്നു. അദ്ദേഹം പതുക്കെ ഈ മനുഷ്യനോട് പ്രവചനാത്മാവിൽ അവന്റെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ തുടങ്ങിയത്. അദ്ദേഹം ഇന്ത്യയിൽ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് അയിരൂര്. നമ്മളിൽ മിക്കവരും അറിയുന്നതാണ്. അയിരൂരേതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. എങ്ങനെയോ അയിരൂരിൽ നിന്നൊരു മോള് അവിടെ മലേഷ്യയിൽ ചെന്ന് ഇദ്ദേഹവുമായി എങ്ങനെയോ പരിചയപ്പെട്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ച് അവർ ഒരുമിച്ച് താമസിക്കുകയാണ്. കല്യാണത്തിന് ശേഷം ആ പെണ്ണ് ഇതുവരെയും ഇന്ത്യയിൽ വന്നിട്ടില്ലായിരുന്നു അന്ന് വരെ. അവർക്കും ഡോക്ടറേറ്റും ഒക്കെ ഉള്ളതാണ്. ഈ പുള്ളിക്കാരനാണ് ആദ്യം വരുന്നത്, ബാംഗ്ലൂരിലാണ് എത്തിയത്. ഇവിടെ നിന്ന് ഞാൻ അദ്ദേഹത്തെ അയിരൂരോട്ട് പുനലൂർക്ക് വിടുകയായിരുന്നു. പുനലൂർ ചെന്ന് സാമച്ചൻ അയിരൂരെ ബാക്കി അഡ്രസ്സും കൂടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സാമച്ചൻ ആളുകൂട്ടിയാണ് ഇദ്ദേഹത്തെ ജീവിതത്തിൽ ആദ്യമായി ഭാര്യ വീട്ടിലേക്ക് അയക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ പോകുന്നത്. ഓൾറൈറ്റ്, അദ്ദേഹത്തിന് പറവാനുണ്ടായിരുന്നത് പ്രവചനം നേരിട്ട് പറയരുത്. കാര്യം അദ്ദേഹത്തിന് പ്രവചനത്തെക്കുറിച്ച് അത്രേ അറിയത്തുള്ളൂ. 1000 മുഴം അളന്നാൽ അതിനകത്തൂടെ കടക്കുന്നവർ കുറവാണ്. അതിനകത്ത് ഇറങ്ങുന്ന പലരും വികൃതം പറഞ്ഞേച്ച് പോരുകയുള്ളൂ. കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ പ്രവാചകനെ ദൈവാത്മാവ് കടക്കുമാറാക്കി. അവൻ എന്നെ 1000 മുഴം കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി.
നരിയാണിയോളം വെള്ളമായതോടെ ഒരു പക്ഷെങ്കിൽ ആത്മാവിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ആത്മാവിന്റെ കുളിർമ എന്താണെന്ന് മനസ്സിലാകും. ആത്മസാന്നിധ്യത്തിൽ ഇരിക്കുന്നതിന്റെ അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും എന്നതുവണ്ണം അദ്ദേഹത്തിന് മനസ്സിലാകും. വെള്ളം എന്നൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. മറുഭാഷയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയും. കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ കഴിയും. ഈ ഒരു ലെവലിലായി. രണ്ടാമത്തെ 1000 മുഴം അളന്നു. ഒന്നാമത്തെ 1000 മുഴം കടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ രണ്ടാമത്തെ 1000 മുഴം അളക്കുകയുള്ളൂ എന്നത് ആത്മാവിന്റെ ഒരു പ്രത്യേകത. ഞാൻ എവിടെ നിൽക്കുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. തിരുവെഴുത്ത് എന്തു പറയുന്നു ആത്മനദിയെ കുറിച്ച് എന്ന ആശയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ 1000 മുഴം അളന്നതോടുകൂടെ വെള്ളം മുട്ടോളമായി. അവനെ കടക്കുമാറാക്കി. അല്പം കൂടെ കൂടിയ അനുഭവങ്ങൾ. പ്രവാചകന്മാരെങ്ങനെയാണ്, രോഗശാന്തിക്കാരെങ്ങനെയാണ്, ഇതൊക്കെ പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. ചെയ്യാനൊക്കെ ഇല്ലെങ്കിലും എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ ആ നരിയാണിയുടെ അവസ്ഥയിൽ നിന്ന് മാറി മുട്ടോളമായി. മുട്ടോളം കടന്നു കഴിഞ്ഞപ്പോൾ, അഥവാ കടത്തി കഴിഞ്ഞപ്പോൾ തേണ്ട അടുത്ത 1000 മുഴം അളന്നു. വെള്ളം അരയോളമായി. മലയാള തർജ്ജമയിൽ നീന്തുവാൻ തക്കവണ്ണം, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാതെ വണ്ണം വെള്ളം ഉയർന്നു എന്നൊരു പദപ്രയോഗം കാണാം. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇംഗ്ലീഷ് വേദപുസ്തകം നോക്കുമ്പോൾ അറിയാം. നീന്തുവാൻ തക്കവണ്ണം വെള്ളം ഉയർന്നെങ്കിലും ആർക്കും കടന്നുകൂടാത്തൊരു നദിയായി മാറി. The waters raised so that we could swim, but nobody could cross. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ കഴിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാത്ത ഒരു നദിയായി തീർന്നു. ഈ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദി എന്ന പദത്തിന് നീന്തിയാൽ കടക്കാൻ കഴിയുമെന്നൊരർത്ഥമുണ്ട്. നോ, ആ അർത്ഥം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇല്ല. ഈ നദി ക്രോസ് ചെയ്യാൻ പറ്റുന്നതല്ല. ആർക്കും കടക്കുവാൻ കഴിയാത്ത ഒരു നദിയായി അതങ്ങ് വളർന്നു. ആത്മാവിന്റെ അനുഭവങ്ങൾ ഒരു പരിധി വരെ എല്ലാവർക്കും മനസ്സിലാകും. ഒരു പരിധിക്ക് മുകളിൽ മർമ്മങ്ങളുടെ വ്യാഖ്യാനങ്ങളുള്ള ചിലർക്ക് മാത്രം മനസ്സിലാകും. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും പിന്നെ മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു വലിയ സാഹചര്യത്തിലേക്ക് മാറും. ആത്മാവ് വ്യക്തികളോട് ഇടപെടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. എല്ലാവരോടും ഒരുപോലല്ല. ഒരു വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് എല്ലാവരോടും ഇടപെടുന്നത് വ്യത്യസ്ത രീതികളിലാകയാൽ ആർക്കും അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി പറയാൻ അറിയത്തില്ല. ആര് നീന്തിയാലും കടക്കാത്ത ഒരു നദിയായി മാറും. ആ ലെവലായപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, ഇനിയും നിന്നെ കരയിലോട്ട് കൊണ്ടുപോകാൻ പോവാം. മറക്കരുത്, ഒരു 3000 മുഴം പുറകിൽ വെള്ളം ആരംഭിക്കുന്ന ഇടത്ത്, ആലയത്തിന്റെ അകത്ത് മുഴുവനും എന്നെ കറക്കി നടത്തി പുറത്തോട്ട് ഇറക്കിയ ഇടത്ത് കരയിലെങ്ങും പ്രത്യേകിച്ച് കാണാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നീ വാ, കരയിലോട്ട് വാ. അദ്ദേഹത്തെ കരയിലേക്ക് നടത്തി. അവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. ഒരു പ്രത്യേക പദപ്രയോഗം 47:5. ദയവായിട്ട് വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്തേക്കാമോ? 47:5. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എനിക്ക് കടപ്പാൻ കഴിയാത്ത ഒരു മഹാനദിയായി വെള്ളം പൊങ്ങി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. താവട്ടൊന്ന് എടുക്കാമോ? സ്ക്രോൾ ചെയ്യാം. അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുവോ എന്ന് ചോദിച്ചു. മനുഷ്യപുത്ര, കണ്ടുവോ? ആ കണ്ടുവോ എന്ന ചോദ്യത്തിന് മനസ്സിലായോ എന്നൊരർത്ഥമുണ്ട്. ഗ്രഹിച്ചുവോ? നീ അത് ഏറ്റെടുത്തോ? നീ കാണാത്ത ചില കാര്യങ്ങൾ, ഇതുവരെ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാകാൻ പോകുകയാണ്. പൊത്തമുങ്ങാൻ വെള്ളമില്ലാത്ത ആ ആരംഭ പടിയിൽ ഇല്ലാഞ്ഞ, പിന്നെ പൊത്തമുങ്ങുവാൻ മാത്രം വെള്ളമുള്ള രണ്ടാമത്തെ പടിയിൽ വന്ന, പിന്നെ മുട്ടോളം വെള്ളമുള്ള മൂന്നാമത്തെ പടിയിൽ വന്ന, പിന്നെ അരയോളം വെള്ളമുള്ള നാലാമത്തെ പടിയിൽ വന്ന, അവിടെ എങ്ങും കാണാൻ കഴിയാഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ പോകുകയാണ്. വാ, കരയിലോട്ട് വാ. ഗ്രഹിച്ചോ? ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നോ? പണ്ടില്ലാതിരുന്ന ഒരു കാര്യം കരയിൽ കാണാം. തേണ്ട ഇരുകരയിലും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നു. വെള്ളം തുടങ്ങുന്ന ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടുക്കൽ ഈ വൃക്ഷങ്ങൾ ഇല്ലായിരുന്നു. മുട്ടോളമായ സാഹചര്യത്തിൽ ഈ വൃക്ഷങ്ങൾ കണ്ടില്ല. അരയോളമായ സാഹചര്യത്തിലും ഈ വൃക്ഷങ്ങളെ കുറിച്ച് അറിവില്ല. നീന്തുവാൻ തക്കവണ്ണം വെള്ളം ഉയർന്നു കഴിഞ്ഞതോടെ ആത്മാവിന്റെ ഉന്നതമായ അനുഭവങ്ങളിൽ കരയിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലായോ? ഗ്രഹിക്കുന്നോ? തേണ്ടിവിടെ നിൽക്കുന്നു ജീവവൃക്ഷങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് അന്യഭാഷ സംസാരിക്കുന്ന ഒരു ലെവലിൽ മാത്രം വന്ന ഒരു വ്യക്തിക്ക് ജീവവൃക്ഷത്തെ കുറിച്ച് അറിയണമെന്നില്ല. കാര്യം ആ ജീവവൃക്ഷം അദ്ദേഹം കാണുന്നില്ല. എസെക്കിയേൽ പ്രവാചകൻ ആരംഭ ലെവലിൽ എങ്ങും ഈ ജീവവൃക്ഷം കണ്ടിരുന്നില്ല. ഇപ്പോൾ
നീന്തത്തക്കവണ്ണം വെള്ളം വളരെയധികം ഉയർന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ജീവവൃക്ഷം കാണുന്നത്. നാം ഇതുവരെയും കാണാഞ്ഞ ചില ഗൗരവമേറിയ കാര്യങ്ങൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കട്ടെ. ഞാനൊരു ശകലം ദൂരം ആ നദിയിലൂടെ ഇനിയും പോയ ശേഷം, ആ നദിയുടെ വിശദീകരണത്തിലൂടെ പോയ ശേഷം അവിടെ നിന്ന് മടങ്ങി വന്ന് അതേ നദിയുടെ മറ്റൊരു വിശദീകരണം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചിന്തിക്കാനായി താല്പര്യപ്പെടുന്നു. ഞാൻ ഇവിടെ ഒരല്പം പോകട്ടെ. ഈ നദിയുടെ പ്രത്യേകത, അത് ചെന്നു ചേരുന്നിടത്തൊക്കെയും സകലതും വെള്ളം പഥ്യമായി മാറും. ഇത് ചെന്നു ചേരുന്നിടത്തൊക്കെയും സകല വെള്ളവും പഥ്യമായി മാറും. അക്ഷരാർത്ഥത്തിൽ ഇത് ഒഴുകുന്നത് അരാബയിലേക്കാണ്. അങ്ങനെ ആ കടലിൽ വീഴുന്നത്, അതാണ് ചാവുകടൽ. ഒരു ജീവി പോലും ജീവനോടില്ലാത്ത കരിഞ്ഞ മുഖങ്ങളുള്ള എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞതുപോലെ കരിഞ്ഞ മുഖമുള്ള ചാവുകടലിലേക്കാണ് ഈ വെള്ളം വന്ന് വീഴുന്നത്. പക്ഷേ ഈ വെള്ളം അവിടെ വന്നതിനാൽ ആ ചാവുകടലിലെ വെള്ളം പഥ്യമായി മാറും. സമുദ്രത്തിലെ വെള്ളത്തിലോട്ട് നദിയിലെ വെള്ളം വന്നു ചേർന്നാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. കാര്യം നദിയിലെ വെള്ളം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു സമുദ്രത്തിലേക്ക് വെള്ളം വന്നു ചേരുമ്പോൾ ആ വെള്ളത്തിന്റെ പഥ്യാവസ്ഥ സമുദ്രം മുഴുവനുമാകുകയാണ്. ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ആ വെള്ളം ചെന്നു ചേരുന്നിടത്തൊക്കെയും സകലതും പഥ്യമാകും. എങ്കിലും ഒരു വിശദീകരണമുണ്ട്, മറക്കണ്ട. ആ ചെന്നു ചേരുന്നിടത്തെ കുഴിനിലങ്ങൾ ചേറ്റ് കണ്ടങ്ങളും പഥ്യമാകാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. ഏത് ആത്മനദികളുടെ അകത്തും ചില ചേറ്റുകണ്ടങ്ങളുണ്ട്. എത്ര വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സഭയിലും ചില ചേറ്റുകണ്ടങ്ങളുണ്ട്. ഏത് നല്ലവർ ഒരുമിച്ച് കൂടുന്ന സഭയിലും ചില കുഴിനിലങ്ങളുണ്ട്. വെള്ളം കയറി ഒഴുകാൻ അനുവദിക്കപ്പെടാത്ത ചില കുഴിനിലങ്ങൾ കാണും. ആ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമാകാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. ഉപ്പുപടനയ്ക്ക് വേണ്ടി വിട്ടേക്കും. നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ഒരനുഗ്രഹത്തിലൂടെ പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചില ഇടങ്ങളെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. തുടർന്ന നദിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തണ്ടുവെച്ച പടക് അതിലൂടെ പോകയില്ല. അഹങ്കാരമുള്ള കപ്പൽ, തണ്ടുവെച്ച പടക് അതിലൂടെ പോകയില്ല. പ്രതാപമുള്ള കപ്പൽ, അഹങ്കാരികൾ അതിനകത്ത് യാത്ര ചെയ്യുകയില്ല. സകലതും പഥ്യമാക്കുന്നതാണെങ്കിലും അതിനകത്തെ ചില ചേറ്റുകണ്ടങ്ങൾ തൊടാതെ വിട്ടേക്കും. അത് ന്യായവിധിക്ക് തന്നെ ഉള്ളതാണ്. ചില കോതമ്പുകളുടെ ഇടയിൽ നിൽക്കുന്ന കളകൾ കൊയ്ത്തോളം വളർന്ന് മതിയാകൂ. കൊയ്ത്തുകാലത്ത് മാത്രമേ യജമാനൻ അതിനെ പറിച്ചു മാറ്റുവാൻ ആവശ്യപ്പെടത്തുള്ളൂ. കൃപയിൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ മരുഭൂപ്രയാണം കഴിക്കാം. ഞാൻ അല്പം കൂടെ മുന്നോട്ട് പോകട്ടെ. ഈ നദിയുടെ അടുത്ത പ്രത്യേകത, അത് ചെന്നു ചേരുന്നിടത്തൊക്കെയും സകലതും പഥ്യമായി തീർന്നിട്ട് വേണ്ട മീൻ പിടുത്തക്കാർ അതിൻ്റെ രണ്ട് തീരത്തും നിന്ന് മീൻ പിടിക്കുന്നതായി കാണാം. ഈ നദിക്ക് നല്ല വീതി ഉണ്ടെങ്കിലും ആഴത്തിനാണ് കൂടുതൽ പ്രത്യേകത. ആഴത്തിനാണ് കൂടുതൽ പ്രത്യേകത. വീതിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മറ്റേ സൈഡും കാണാം. സമുദ്രത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന പോലൊന്നും അല്ല. നദിയുടെ ഇക്കരെയും അക്കരെയും ജീവവൃക്ഷങ്ങൾ ഉണ്ട്, അത് കാണാവുന്നതാണ്. അവയുടെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിന് ഉതകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് നദിക്ക് ഇക്കരെയും അക്കരെയും വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവല നദിയും അവൻ എന്നെ കാണിച്ചു. നിൽക്കട്ടെ, ആ പദത്തിൽ തന്നെ നിൽക്കട്ടെ. എസെക്കിയേൽ പ്രവചനം 47-ാമത്തെ അധ്യായത്തിൽ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നതായി കണ്ടെങ്കിലും അതിന്റെ ഒറിജിനൽ സോഴ്സ് അന്ന് അറിവില്ല. പഴയ നിയമത്തിലെ വെളിപ്പാടിൽ പരിശുദ്ധാത്മാവാം നദിയുടെ ഒറിജിനൽ സോഴ്സ് കാര്യമായി വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ പിതാവിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നതായ ശുദ്ധിയേറിയ നദി എന്ന നദിയെ വിളിക്കുന്നു. പിതാവിനോടും തന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനാണ്, ബഹുമാനിക്കപ്പെടുന്നവനാണ്, ആരാധിക്കപ്പെടുന്നവനാണ് പരിശുദ്ധാത്മാവെന്ന് നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ ഒരു പ്രമാണമുള്ളത് മറക്കരുത്. പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനത്തിൽ നിന്ന് തന്നെയാണ് ഈ നദി പുറപ്പെടുന്നത്.
അത് പുതിയ നിയമത്തിൽ വരുന്ന നമുക്കറിയാം. പുതിയ നിയമത്തിൽ മാത്രമേ ആ വെളിപ്പാടുള്ളൂ. പഴയ നിയമത്തിന്റെ ലിമിറ്റഡായ വെളിപ്പാടിന്റെ അകത്ത് നിന്നാൽ അങ്ങനെയല്ല പറയുന്നത്. പഴയ നിയമത്തിന്റെ ലിമിറ്റഡായ വെളിപ്പാടിന്റെ ഉള്ളിൽ നിന്നാൽ ആകപ്പാടെ കാണാനുള്ളത് ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വരികയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നാൽ പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനത്തിൽ നിന്ന് ത്രിയേക ദൈവത്തിൽ മൂന്നാമനായ നമ്മുടെ കർത്താവിന്റെ വരവാണ് കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് കാണുന്നത്. ഇനിയും ഈ നദിയുടെ പ്രത്യേകത, മാസം തോറും പുതിയ ഫലം. ആ ആശയം ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. പുതിയ പുതിയ ഫലങ്ങൾ ഇതിനകത്തുണ്ട്. ജനുവരി മാസത്തിൽ കായ്ച്ചതല്ല ഫെബ്രുവരി കായ്ക്കുന്നത്. അതിന്റെ അർത്ഥം ജനുവരിയിൽ തീർന്നു പോയെന്നല്ല. നോ, ഒരു ഫലവും തീർന്നു പോയതായിട്ട് പറയുന്നില്ല. ഓരോ മാസവും പുതിയ ഫലം അതേ കായ്ച്ചുകൊണ്ടിരിക്കും. പഴയത് നഷ്ടമാക്കിയെന്നല്ല. കർത്താവ് യേശു പറയുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏത് ശാസ്ത്രിയും പഴയതും പുതിയതുമായ തൻ്റെ കലവറയിൽ നിന്ന് സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ എടുത്തു കൊടുക്കുന്നവനാണ്. അദ്ദേഹം പഴയ ആശയം തന്നെ ഒരിക്കലും വിതറത്തില്ല. പുതിയ വെളിപ്പാടുണ്ട്. പുതിയ ആശയം കൊണ്ട് തന്നെ പോകത്തില്ല. പഴയ ആശയമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നവനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകൻ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ മാസവും ഇത് പുതിയ ഫലം കായ്ക്കും. പുതിയ ഫലം കായ്ക്കുമെന്നതിനോട് ചേർത്ത് അതിന്റെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിന് ഉതകുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ജാതികളുടെ രോഗശാന്തി. ജാതികൾ എന്ന് വിളിക്കുന്നത് ആരെയാ? യഹൂദനല്ലാത്ത എല്ലാവരെയും ജാതി എന്ന് വിളിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ യഹൂദന്മാരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. എന്നാൽ അവരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ കുറവാണ്. ഇവിടെ ഒരു രസം പിടിച്ച ചരിത്രം ഉണ്ടായി. റോമൻ കാത്തലിക്സിന്റെ ഏതോ കാത്തലിക് ചർച്ചിന്റെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവർ യഹൂദന്മാരാണ് എന്ന് അവർ സ്വയം വാദിക്കുന്നു. കാത്തലിക് തന്നെയല്ല, ഓർത്തഡോക്സ് ചർച്ചിലും അങ്ങനത്തെവരുണ്ട്. അവരെ ഒറിജിനലി യഹൂദന്മാരാണെന്നും ഇവിടെ വന്ന് അവരുടെ പാരമ്പര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നുവെന്നും മിശ്ര വിവാഹങ്ങൾ പോലും ഇന്നും അവർ അനുവദിക്കുന്നില്ല എന്നും അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് വിവാഹം നടക്കുന്നതെന്നും ഒക്കെ അവർ ആക്രോശിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വാദിക്കാറുണ്ട്. സത്യമായിരിക്കാം. രണ്ടായാലും ബാംഗ്ലൂർ പട്ടണത്തിൽ അങ്ങനെ വാദിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായി. അയാൾക്ക് എന്തോ ഒരു രോഗം വന്നു. എന്തോ രോഗമായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ പലയിടത്തും, അല്ലെങ്കിൽ മെഡിക്കൽ ഹോസ്പിറ്റലുകളിൽ പലയിടത്തും, മെഡിക്കൽ കോളേജിലും അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നു. ആ സമയത്ത് ഏതോ ഒരു ലാബിൽ നിന്ന് അദ്ദേഹത്തിന്റെ രോഗം കണ്ടുപിടിച്ചു. രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, സാധാരണക്കാരന് ഈ രോഗം വരാറില്ല. ഇത് സാധാരണ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം കാണുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് ചികിത്സയും ഇസ്രയേലിലേ ഉള്ളൂ, ഇന്ത്യയിൽ അതിന്റെ മരുന്ന് കിട്ടുകയില്ല. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇസ്രയേലിൽ നിന്ന് മരുന്ന് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം തന്റെ ക്ലെയിം ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ ഒറിജിനൽ ഇസ്രയേൽക്കാരനാണ്. അങ്ങനത്തെ ഒരാളിനെ മാത്രമേ ബാംഗ്ലൂർ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ജാതികളിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. എനിക്ക് തോന്നുന്ന ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന മിക്കവാറും പേരും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലെയിൻ മീനിങ്ങിൽ നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ് ഈ വൃക്ഷത്തിന്റെ ഫലം, ഇല ഉതകുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് രോഗശാന്തിക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. ഞാൻ അനേക പ്രാവശ്യങ്ങളിൽ ഓർത്തു പറഞ്ഞതും ചർച്ചിൽ പരസ്യമാക്കിയിട്ടുള്ളതുമായ ഒന്നാണ്, ഞങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തിൽ വരുമ്പോൾ ബാംഗ്ലൂർ പട്ടണത്തിലുള്ള മിക്കവാറും 90% ആളുകൾക്കും ആസ്മ രോഗമുണ്ടായിരുന്നു. നമ്മുടെ ചർച്ചിലും ആസ്മ രോഗത്തിന്റെ കൂടായിരുന്നു. ഉണ്ടായിരുന്നവർ മിക്കവരും ആസ്മ രോഗികളായിരുന്നു. ചിന്നമ്മയ്ക്ക് ആസ്മ രോഗം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആസ്മയുടെ മേലൊരു അധികാരം ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു. ഡോക്ടേഴ്സ് അന്ന് ചിന്നമ്മ ചെക്ക് ചെയ്ത് വെച്ച് പറഞ്ഞു, ഈ പട്ടണത്തിൽ നിൽക്കാനൊക്കത്തില്ല, നിനക്ക് ശ്വാസം വലിക്കണമെങ്കിൽ കേരളത്തിൽ തിരിച്ചു പോ, ഇല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ എവിടെയും പോ, ഈ പട്ടണത്തിൽ നീ ശ്വാസം വലിക്കത്തില്ല, നിന്നെ ഇവിടെ നിർത്തത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രസ്താവനകൾ വന്നതുകൊണ്ടാണ് അതിൻ്റെ മേലൊരു പ്രത്യേക അധികാരം വേണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൃപയാൽ ആസ്മയുടെ മേൽ ദൈവം ഏറെക്കുറെ ഒരു അധികാരം തരികയും ചെയ്തത്. ഇന്ന് നമ്മുടെ ചർച്ചിൽ ആസ്മ രോഗികൾ 2% പോലും ഇല്ലായിരിക്കും. 2%. ബാംഗ്ലൂർ പട്ടണത്തിൽ 95% ആളുകൾ ആസ്മയ്ക്ക് അധീനരായിരുന്നെങ്കിൽ അത് 38 വർഷത്തിന് പുറകിലത്തെ കഥയാ. ഇന്ന് 5% പോലും ആസ്മ രോഗികളില്ല. ആ രോഗത്തിന്റെ മേൽ ദൈവം ഒരു അധികാരം തന്നു. ഓരോ മാസവും പുതിയ ഫലം.
ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഡെങ്കു രോഗം ബാംഗ്ലൂരിൽ വരുന്നത്. ഡെങ്കു രോഗത്തിൽ അനേകർ മരിച്ചു. നമ്മുടെ ചർച്ചിൽ നിന്ന് ഒരാൾ മരണത്തോടടുത്തു. ആ സാഹചര്യത്തിൽ ഡെങ്കു രോഗത്തിന്റെ മേൽ ദൈവം ഒരു അധികാരം തന്നു. ഡെങ്കു രോഗബാധിതരായി പ്ലേറ്റ്ലെറ്റ് ഒക്കെ അങ്ങ് തീർന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു കൃപ തന്നു. ആ രോഗത്തിന്റെ മേൽ ദൈവം ഒരു അധികാരം തന്നു. ഇന്ന് ചർച്ചിനകത്ത് ഞാൻ അനൗൺസ് ചെയ്തു, ഇന്ന് കൊറോണയാണ് പ്രശ്നം. കൊറോണയുടെ മേൽ ഒരു അധികാരം ചോദിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? 2 പ്രാവശ്യം സാമ്പത്തിക മാന്ദ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നു. 2ന്റെ മേലും ദൈവം ഞങ്ങൾക്ക് ജയം തന്നു. വ്യത്യസ്ത പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരുന്നത് ആ ഏരിയയിൽ ജയമെടുക്കേണ്ടതിനല്ലേ? മാസം തോറും പുതിയ ഫലം കായ്ക്കേണ്ടതിനല്ലേ? ആ ഓരോ പുതിയ സീസണുകളിൽ പുതിയ പ്രശ്നത്തിലേക്ക് ദൈവം ഇറക്കി വിടുമ്പോൾ അതിന്റെ പരിഹാരം കൂടെ ഇല്ലയോ? പ്രശ്നങ്ങളോടുകൂടെ നീക്കിപോക്കുകളും കൂടെ തരുന്നവനായ ദൈവം പ്രശ്നപരിഹാരത്തിന്റെ അധികാരം നമ്മെ ഏൽപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ലേ? മാസം തോറും പുതിയ ഫലം കായ്ക്കാം. ഈ മാസത്തേക്ക് ആവശ്യമുള്ള, ഈ സീസണിലേക്ക് ആവശ്യമുള്ള പുതിയ ഫലത്തിലേക്ക് കർത്താവ് നടത്തട്ടെ. കൂട്ടത്തിൽ ജാതികളുടെ രോഗശാന്തി. ഈ വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ജാതികളുടെ രോഗശാന്തിയും ഒരു പ്രത്യേക വിഷയമായി നമുക്ക് എടുക്കാം. ഏദനിലെ നദി നമ്മൾ കണ്ടു, മോശയുടെ നദി നമ്മൾ കണ്ടു. ഇവിടെ എസെക്കിയേൽ പ്രവചനം 47 നദി നമ്മൾ കണ്ടു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പല മാസങ്ങളിൽ പുതിയ പുതിയ ഫലങ്ങൾ കായ്ക്കുന്നെങ്കിൽ, പുതിയ ഫലങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുമെങ്കിൽ, ഒന്നിലധികം അധികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ചൊരു അഭിഷേകത്തിലേക്ക് ഇറങ്ങുന്നതിനോട് അതിനെ ഉപമിക്കുവാൻ കഴിയും. അങ്ങനെ ആവർത്തിച്ചൊരു അഭിഷേകം ബൈബിളിൽ ഉണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, ദാവീദിനെ അഭിഷേകം ചെയ്യേണ്ടതിന് ശലോമോൻ തന്റെ അടുക്കിലേക്ക് ശമൂവേൽ പ്രവാചകനെ ദൈവം അയച്ചു. ശമൂവേൽ പ്രവാചകൻ വന്ന് നിന്റെ പുത്രന്മാരെല്ലാവരും ആയോ എന്ന് ചോദിക്കുകയും തന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ഇസ്രായേലിന് രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. തന്റെ മേലൊരു അഭിഷേകം വീണു. പക്ഷേ അഭിഷേക തൈലം കൊണ്ട് താൻ രാജസ്ഥാനത്തേക്ക് മാറിയില്ല. ഞാൻ ആ അഭിഷേകത്തെ ഒന്നുകൂടെ തൊടാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊന്ന് ന്യൂജേഴ്സിയിൽ ഞാൻ വ്യക്തിപരമായി ഇത് തൊട്ടിട്ടുണ്ട്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഞാൻ പോയ പല പട്ടണങ്ങളിലും ഇത് എടുത്തിട്ടുണ്ട്. കാര്യം അതെന്നെ ഒരുപാട് ഉത്തേജിപ്പിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ അത് എടുക്കാൻ ഇടയായി തീർന്നത്. ദാവീദിനെ അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി പ്രവാചകൻ ഒരുങ്ങുമ്പോൾ ദൈവം പ്രവാചകനെ വിളിച്ച്, ശമൂവേൽ പ്രവാചകനെ വിളിച്ചേച്ച് പറഞ്ഞു, ശൗലിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് എൻ്റെ ഹൃദയം വിഷമിക്കുന്നു. നീ അവനെക്കുറിച്ച് ഇനി എത്രത്തോളം വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. 1 ശമൂവേൽ 10-ാം അധ്യായത്തിലുണ്ട് ശൗലിന്റെ അഭിഷേകം, 16-ാം അധ്യായത്തിലുണ്ട് ദാവീദിന്റെ അഭിഷേകം. നീ ശൗലിനെ കുറിച്ച് എത്രത്തോളം വിലപിച്ചുകൊണ്ടിരിക്കും. കൊമ്പിൽ തൈലം നിറച്ചു പോകുക. കാരണം പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇപ്പൊ തന്നെ ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇശായിയുടെ വീട്ടിൽ ചെന്ന് കയറിയാൽ, ദാവീദാണെന്നുള്ള വിഷയമൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ഞാൻ ഇശായിയുടെ വീട്ടിലൊക്കെ ചെന്ന് ഒരു രാജാവിനെ അഭിഷേകം ചെയ്താൽ ശൗൽ എന്നെ ഇന്ന് തന്നെ കൊല്ലും. ആരിൽ നിന്ന് അഭിഷേകം അവന്റെ മേൽ പകർന്നോ തിരിച്ച് അവനെ തന്നെ കൊല്ലും. ആരുടെ കൈവെപ്പിനാൽ നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടായോ ആ വ്യക്തിയെ നീ തിരിച്ചു കൊല്ലും. അങ്ങനെ അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ കൈ കൊണ്ട് വലിയ ദോഷങ്ങൾ വരും. ഞാൻ എങ്ങനെ പോകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പോകുവാൻ പറഞ്ഞ 2 ഉപാധികൾ. ഒന്ന്, രാജാഭിഷേകത്തിന് വേണ്ടി വന്നെന്ന് ആരോടും പറയണ്ട. നീ ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോകും, യാഗം നടത്താമെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ നിന്റെ കൊമ്പിൽ ഇന്ന് വെള്ളം നിറയ്ക്കണ്ട, പകരം തൈലം നിറയ്ക്കാൻ പറഞ്ഞു. ഈ കൊമ്പിലെ തൈലം, ആ പദം ഞാൻ ഒരുപാടിടത്ത് തൊട്ടതാണ്. ഒന്നുകൂടെ തൊടുന്നതിൽ സന്തോഷമുണ്ട്. കൊമ്പെന്ന് പറയുന്നത് കുടിക്കുവാനുള്ള വെള്ളം കൊണ്ടുപോകുന്ന ഒരു ഉപകരണമാണ്. പണ്ടത്തെ കാലത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെറിയ യാത്രയാണെങ്കിൽ, ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഒരു കൊമ്പിനകത്തെ വെള്ളം കൊണ്ടുപോകത്തുള്ളൂ. ഏതാണ്ട് 1.5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തോലുകൊണ്ടുള്ള ഉപകരണമാണ് കൊമ്പ് എന്നറിയപ്പെടുന്നത്. എന്നും നീ യാത്ര ചെയ്യുമ്പോൾ നീ കൊമ്പിനകത്ത് വെള്ളമാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് നീ വെള്ളം കുടിക്കണ്ട, ഇച്ചിരൂടെ ദാഹിച്ചാലും കുഴപ്പമില്ല. വെള്ളത്തിന് പകരം തൈലം നിറച്ചോ, ഒരു 1.5 ലിറ്റർ തൈലം അതിനകത്തുണ്ടായിരിക്കണം. ഈ 1.5 ലിറ്റർ തൈലവുമായിട്ടാണ് എത്തുന്നത്. അവിടെ എത്തി അദ്ദേഹം പെട്ടെന്ന് രാജാവിന്റെ വീട്ടിൽ ചെന്ന്, എനിക്ക് 1 മിനിറ്റ് തരണം, 1 മിനിറ്റ്, എൻ്റെ പവർ കട്ടാകുന്നു, 1 മിനിറ്റ് ഞാൻ തിരിച്ചു വരും.
റിയലി സോറി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ന്യൂജേഴ്സിക്ക് മീറ്റിംഗ് എടുക്കാനെടുത്ത് ഇടയ്ക്ക് പവർ ഫെയിലിയർ ഉണ്ടായി. ഇതിങ്ങനെ അധികം ഉണ്ടാകുന്നതല്ല. ഞാൻ എന്തുകൊണ്ട് കാഷ്വലായി എടുത്തതാണോ, ഐ എം റിയലി സോറി, ഐ അപ്പോളജൈസ്. എൻ്റെ പവറിൻ്റെ കണക്ഷൻ വിട്ട് കിടക്കായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ ആ ചാർജ് അങ്ങ് തീരാൻ തുടങ്ങുന്നതായിട്ട് കാണിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് പോയത്. എനിവേ താങ്ക് ഗോഡ് ഇറ്റ് ഇസ് റീകണക്റ്റഡ്. നമ്മളും റീകണക്റ്റഡ് ആയല്ലോ. സ്തോത്രം. തന്റെ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന കൂട്ടത്തിൽ ഇസ്രായേലിന്റെ രാജാവായിട്ട് അദ്ദേഹത്തെ അവിടെ വെച്ച് കൊമ്പിൽ നിന്ന് അഭിഷേകം ചെയ്തു. കൊമ്പിൽ നിന്നുള്ള അഭിഷേകം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ എടുത്തു പറയാറുണ്ട്. ഒരു 1.5 ലിറ്റർ കൊള്ളുന്ന ഒരു കൊമ്പിനകത്ത് നിറച്ചാണ് തൈലം കൊണ്ടുവന്നത്. ആ 1.5 ലിറ്ററാണ് ഒരൊറ്റ ഒഴിക്ക് ഒരുത്തൻ്റെ തലയിലോട്ട്. എൻ്റെ തലയിലോട്ട് ഒരു 1.5 ലിറ്റർ തൈലം എണ്ണ ഒരാൾ ഒഴിച്ചാൽ അതിൻ്റെ ശരീരത്ത് മുഴുവനും കൂടെ ഒഴുകിഞ്ഞ് നടക്കുന്ന വഴിയിലെല്ലാം എണ്ണയാകും. ദാവീദാണെങ്കിൽ ആടിനെ തീറ്റുന്ന ഇടത്തു നിന്നും വന്നു കയറിയ വരവാ. തൻ്റെ ഒരു തോളത്തൂടെ വീണ തൂക്കിക്കാണും, വേറൊരു തോളത്തൂടെ കിന്നരം തൂക്കിക്കാണും. അങ്ങനെയാണെങ്കിൽ തൻ്റെ വീണയും കിന്നരവും അഭിഷക്തമായി. തൻ്റെ അരയിൽ സ്ലിങ് കെട്ടിയിട്ടുണ്ട്, തൻ്റെ കവിണ കെട്ടിയിട്ടുണ്ട്, അത് അഭിഷക്തമായി. ഇടയസഞ്ചിയായ പൊക്കണം കെട്ടിത്തൂക്കിയിട്ടുണ്ട്, ആ പൊക്കണത്തിനകത്ത് തൈലം വീണു, ആ പൊക്കണം അഭിഷക്തമായി. ദാവീദിന് തൻ്റെ തുടർന്ന് ജയിക്കുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം താനും തൻ്റെ ഉപകരണങ്ങളും ഒരുപോലെ അഭിഷക്തമായ ഉപകരണങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. താനും തൻ്റെ ഉപകരണങ്ങളും അഭിഷക്തമായി. ആ കവണ കൊണ്ട് എറിഞ്ഞാൽ, ആ ഇടയസഞ്ചിയിൽ വീണ കല്ലുകൊണ്ട് എറിഞ്ഞാൽ ഗോലിയാത്ത് താഴെ വീഴാതെ ഒക്കത്തില്ല. ആ അഭിഷക്തമായ കിന്നരം വായിച്ചാൽ ഏത് ശൗലിന്റെ ദുരാത്മാവും കീഴടങ്ങാതെ ഒക്കത്തില്ല. താനും തനിക്കുള്ളത് അഭിഷക്തമാകേണ്ടതിന് തൻ്റെ മേൽ ഒരു അഭിഷേക തൈലം വീണു. തൻ്റെ അഭിഷേകത്തിന്റെ പ്രൈമറി പർപ്പസ് തൻ്റെ ഉപകരണങ്ങൾ അഭിഷേകം ചെയ്യുകയല്ല, പകരം തന്നെ മുഴുവൻ ഇസ്രായേലിനും രാജാവാക്കുകയാണ്. പക്ഷേ ആ ഒരു അഭിഷേകം കൊണ്ട് അദ്ദേഹം വിജയിച്ചില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നഷ്ടമേ പറ്റുള്ളൂ. ഗോലിയാത്തിനെ എറിഞ്ഞിട്ടെങ്കിലും ശൗലിനെ ശത്രുവായി സമ്പാദിക്കുകയായിരുന്നു. അതേ ദാവീദിന് രണ്ടാമതൊരു അഭിഷേകം നടക്കുന്നതായി കാണാം. 2 ശമൂവേലിന്റെ പുസ്തകം 2:4. യഹൂദ ഗോത്രത്തിന് രാജാവായി തന്നെ അഭിഷേകം ചെയ്തു. ഒന്നാമത്തെ അഭിഷേകം സഹോദരന്മാരുടെ നടുവിൽ വെച്ച് മുഴുവൻ ഇസ്രായേലിനും രാജാവാകേണ്ടതിന് കൊടുത്തെങ്കിലും അത് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി വരേണ്ടതിന് രണ്ടാമതൊരു അഭിഷേകം വന്നു. 2 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. 2-ാം പ്രാവശ്യം അദ്ദേഹം അഭിഷക്തനായി. 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ 2 ശമൂവേൽ 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വീണ്ടും ദാവീദിനെ മുഴുവൻ ഇസ്രായേലിനും രാജാവായി അഭിഷേകം ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവുമായി ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇസ്രായേലിന് രാജാവായി ഒരു അഭിഷേകം 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നതായി കാണാം. അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ദാവീദ് പറഞ്ഞ 23-ാമത്തെ സങ്കീർത്തനത്തിൽ നാൾ തോറും എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനുണ്ട്. അഭിഷേകത്തിനൊരു പുതുമയുണ്ട്, അത് പിന്നെയും പുതുമയിൽ വർദ്ധിച്ചു വരുന്നതാണ്. ജനുവരിയിലെ ഫലം തീരുകയില്ല, പക്ഷെ ഫെബ്രുവരിയിൽ പുതിയ ഫലം കായ്ക്കും. മാർച്ചിൽ ഇനിയൊരു ഫലമാണ്. മാസം തോറും പുതിയ ഫലം. പഴയത് തീർന്നില്ല. പഴയതും പുതിയതുമായ ആശയങ്ങൾ തൻ്റെ നിക്ഷേപപാത്രങ്ങളിൽ നിന്ന് എടുക്കേണ്ടതിന് അഭിഷക്തനായ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നു. അഭിഷേകം പുതുക്കപ്പെടുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ അത് പുതുക്കപ്പെടട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ അവനിൽ നിന്നൊഴുകും. നമ്മിൽ നിന്നൊഴുകുന്ന ജീവജലത്തിന്റെ നദികളിലേക്കൊന്ന് ഇറങ്ങി വരാം. ഇന്ന് ഏറെക്കുറെ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് നിർത്താൻ പോവുക. ഈ ഞായറാഴ്ച രാത്രിയാകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 3 മെസ്സേജസ് പകലെടുത്തു. ഒരു മെസ്സേജ് എടുക്കുമ്പോൾ നല്ല ആരോഗ്യമായിരിക്കാം, ഒരു മെസ്സേജ് കഴിയുമ്പോൾ ഒരു അല്പം ഒന്ന് കുറയും, 3 മെസ്സേജ് കഴിഞ്ഞ് 4-ാമത്തെ മെസ്സേജ് എടുക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ ലെവലിന് ഒരല്പം കുറവുണ്ട്. നിർത്തിയേ മതിയാകൂ. ഞാനൊന്ന് നിർത്തട്ടെ. ഏറെക്കുറെ 1 മണിക്കൂർ ആകുന്നല്ലോ. അടുത്ത 5 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ ആകും. അപ്പോഴത്തേക്ക് നിർത്താനും ഞാൻ താല്പര്യപ്പെടുന്നു. ബാംഗ്ലൂർ സഭയായി ഞങ്ങൾ ഈ മാസത്തെ തീമായി തിരഞ്ഞെടുത്തിരുന്നത് യേശു ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ചരിത്രമാണ്. ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന അത്ര ഈസിയായ ചരിത്രമൊന്നുമല്ല. എന്നാൽ യേശുവിനെ കൊണ്ടത് കഴിഞ്ഞു. താൻ അത്ഭുതങ്ങളും മഹാത്ഭുതങ്ങളും ചെയ്തവനാണ്. ഇന്ന് ചില രോഗസൗഖ്യങ്ങൾ നടക്കുവാൻ, ചില വിടുതലുകൾ നടക്കുവാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം.
രോഗസൗഖ്യം എന്ന് പറയുമ്പോൾ ശരീരത്തിന് മാത്രമല്ല സൗഖ്യം ഉണ്ടാകുന്നത്. വെള്ളം പഥ്യമാകുക എന്നൊരു പദം നമ്മൾ ഉപയോഗിച്ചു. ജീവജല നദി ഒഴുകിച്ചെല്ലുന്ന ഇടത്തുള്ള എല്ലാ കഠിനജലങ്ങളും പഥ്യമായി തീരുന്നു എന്ന് നമ്മൾ കണ്ടു. ഒരിക്കൽ ഏലിശ പ്രവാചകന്റെ അടുക്കൽ ആളുകൾ വന്നു വെച്ച് പറഞ്ഞു, പ്രവാചക, ഞങ്ങളുടെ പട്ടണത്തിന്റെ ഇരിപ്പ് വളരെ മനോഹരമാണെങ്കിലും ഇവിടുത്തെ വെള്ളം ഗർഭനാശമുള്ളതാണ്. ഈ ദേശം തന്നെ ഒരു ചതിയിലും വഞ്ചനയിലുമാണ്. ഇവിടെ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ദയവായി ഈ ദേശത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആ ദേശത്തിന്റെ വെള്ളം പഥ്യമാകേണ്ടതിന് താൻ വെള്ളത്തെ ഉപ്പിട്ട് ശുദ്ധീകരിച്ചു എന്ന് കാണാം. ദേശം പഥ്യമായി മാറേണ്ടതിന് വെള്ളത്തെ ഉപ്പിട്ട് ക്രമീകരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പട്ടണങ്ങളിൽ ചിലതിനെ, ഭവനങ്ങളിൽ ചിലതിനെ, വ്യക്തികളിൽ പലരെ ഒന്ന് പഥ്യമാക്കി തന്നെങ്കിൽ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അങ്ങനെ നമ്മെ ഒന്ന് പഥ്യമാക്കി തരട്ടെ. പലയിടങ്ങളിലും പഥ്യമാക്കുന്നതായ ദൈവത്തിന്റെ ശക്തി നമുക്കുള്ളവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഔദ്യോഗിക മണ്ഡലത്തിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് അവരുടെ ജോലി മണ്ഡലത്തെ ദൈവം പഥ്യമാക്കി തരട്ടെ. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തെ പഥ്യമാക്കുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ ഇടങ്ങളിൽ വിദ്യാഭ്യാസത്തെ ദൈവം പഥ്യമാക്കി തരട്ടെ. ഇന്ന് പകൽ പഥ്യമാക്കേണ്ട ഇടങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ചിലത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, രാജാധിരാജാവും ദൈവാധി ദൈവവുമെന്ന് ഞങ്ങൾ വിളിക്കുന്നവനെ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ജനത്തെ, ഇന്ന് പകൽ അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വെള്ളത്തെ പഥ്യമാക്കുന്ന ദൈവത്തിന്റെ വ്യാപാരം, അഭിഷേകത്തിന്റെ മേഘം ഞങ്ങളുടെ മീതെ ഉയരുമ്പോൾ, കർത്താവേ, അഭിഷേകത്തിന്റെ മേഘം ഞങ്ങളുടെ മീതെ ഉള്ളപ്പോൾ, ഒരു മനുഷ്യന്റെ കൈ പോലെ അല്പം മേഘം ഉയർന്നത് കണ്ടതോടെ തന്റെ സഭ അതിന്റെ സ്ഥാനത്തേക്ക് മടങ്ങി വന്നുവെന്നും ഒരു 5 ഫോൾഡ് മിനിസ്ട്രി ആരംഭിക്കുന്നതിന്റെ സൂചനയായി മേഘത്തിലെ അഭിഷേകം അത് ചിത്രീകരിച്ചുവെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന ഉറപ്പിൽ ധൈര്യപ്പെട്ടതുപോലെ ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ധൈര്യപ്പെടുന്നു. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഇതിനകത്ത് കയറിയ ചെറിയവരെയും വലിയവരെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവകൃപയും അതിന്റെ അനുഗ്രഹവും ഈ ജനത്തിന്റെ മേൽ ഇരിക്കണമേ. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന്, അമേരിക്കയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്ന് ഇന്ന് കടന്നു വന്നിരിക്കുന്നവരെ ഞാൻ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യൂട്യൂബിലൂടെ ഇത് പലയിടങ്ങളിലും പോകുമ്പോൾ അവിടെയായി കാണുന്നവരാരൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ വാഴ്ത്തുവാൻ കഴിയുന്ന, അനുഗ്രഹിപ്പാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന നിത്യദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, അടിയനെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെ ഇന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ആത്മാവിന്റെ പുതുമകൾ, അഭിഷേകത്തിന്റെ പുതുമകൾ ഓരോരുത്തരുടെ മേൽ നടക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേഘത്തിനായി സ്തോത്രം. പ്രകാശമുള്ള മേഘത്തിന്റെ കീഴിൽ അടിയങ്ങളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവനും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ അയക്കണമേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.